ഇന്നത്തേക്ക് ഇത് മതി. ബാക്കി സാർ വന്ന് പറഞ്ഞു തരും. സോമ, ഒരു രണ്ടര കൂടി നോക്കിയിട്ട് നമുക്ക് ഫൈനലിലേക്ക് പോവാം. കുട്ടികളൊക്കെ റെഡിയല്ലേ? റെഡിയാണ് സാർ. സോമ, നമുക്ക് ഈ ഡയലോഗിലാണ് ഫോക്കസ് ചെയ്യേണ്ടത്. ആയുസ്സുള്ള തലമുറയേക്കാൾ ഈ നാടിനാവശ്യം ആരോഗ്യമുള്ള തലമുറയാണ്. എങ്ങനെയുണ്ട്? ഇത് കേൾക്കും സാർ. അതെ, ആയുസ്സുള്ള തലമുറയേക്കാൾ നമുക്ക് വേണ്ടത് ആരോഗ്യമുള്ള തലമുറയാണ്. അതെ, ആയുസ്സുള്ള തലമുറയേക്കാൾ നമുക്ക് വേണ്ടത് ആരോഗ്യമുള്ള തലമുറയാണ്. ഓക്കെ, ഗുഡ്. ഇനി നമുക്ക് ഒരു റൺ ത്രൂ കൂടി പോകാം. ഇപ്പോൾ ടീ ബ്രേക്ക്. ഓക്കെ? ശരി സർ. സോമ, ഓക്കെ അല്ലേ? നമസ്കാരം. 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 ആ കുട്ടികളെ, ഇപ്പോൾ ബ്രേക്ക്. നിങ്ങൾ പോയി വിശ്രമിച്ചോളൂ. ചെല്ല്. നമുക്ക് അപ്പുറത്തിരുന്ന് സംസാരിക്കാം. സോമ, ശൈലജയോടെ കുറച്ച് ചായ എടുക്കാൻ പറയും. ശരി സാർ. 3-4 കസേര എടുത്തോളൂ. ശരി സാർ. വരൂ സാർ. കണ്ണട. നിരഞ്ജേട്ടാ, ഇത് തിരിച്ചോടിക്കണോ? തിരിച്ചോടിച്ചാൽ മതി. നിരഞ്ജേട്ടാ, തണൽ മരങ്ങൾ നമ്മുടെ നാടകം അത് പൊളിക്കും. നിരഞ്ജ, 2-3 കശേര മരിച്ച വീട്ടിലേക്ക് എടുത്തോ. അതെന്താ സോമേട്ടാ, വല്ല ഗസ്റ്റ് ഉണ്ടോ? പത്രക്കാർ വന്നു. അതെ, ഏത് പത്രം? നാളത്തെ ഉദയം. അത് കൊള്ളാലോ. അപ്പോൾ നമ്മുടെ നാടകം റിപ്പോർട്ടാക്കും അല്ലേ? പിന്നെ അതെന്തായാലും നന്നായി. അതെ അതെ. കശേര അങ്ങോട്ട് എടുത്തോളൂ. ശൈലേച്ചി ചായ പറഞ്ഞിട്ട് വരാം. നമുക്കേ അങ്ങോട്ട് പോയാലോ? പോ. എന്നാ വാ. സോമൻ ഇങ്ങോട്ട് വന്നോ? ഇതാ കുട്ടികൾക്ക് കൊടുത്തേക്ക്. ചേച്ചി, 2 ഗസ്റ്റ് ഉണ്ട്, പത്രക്കാരാ. അവർക്കും കൂടി ഇതവർക്ക് കൊടുക്കൂ. ഞാൻ വേറെ ചായ സ്നാക്സ് കൊടുക്കാം. ശരി ചേച്ചി. അവിടെ നമുക്ക് ക്യാമ്പ് വിളിക്കാം. സാറേ, നമുക്ക് തുടങ്ങാല്ലേ? ഓക്കെ സാർ. സാറിൻ്റെ ഓരോ നാടകങ്ങളും വ്യത്യസ്തമായ വിഷയങ്ങളാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഇതിപ്പോൾ ലഹരിയാണ് വിഷയം. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിന് അത്യാവശ്യമായ ബോധവൽക്കരണം. സാർ എന്താണ് ഈ നാടകം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ് സാർ നാടകത്തിന്റെ പേര്? ഈ ബോധവൽക്കരണം ഓരോ വീടുകളിൽ നിന്നും തുടങ്ങണം. അവിടുന്ന് തുടങ്ങാം. നാടകത്തിൻ്റെ പേര് തണൽ മരങ്ങൾ. ആണ്. അതെ, 226 അല്ലേ? ഓക്കെ. ഇവിടെ ഇപ്പോൾ ഡിമാൻഡ് ഉണ്ട്, പക്ഷെ എത്തിക്കുന്ന കാര്യം അല്പം റിസ്ക്കാ. എല്ലാം ഓക്കെയാണോ? എത്തിക്കാം. പിള്ളേരല്ലേ, അവരെ നമ്മുടെ വഴിക്ക് കൊണ്ടുവരിക എന്നുള്ളത് അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ആദ്യം അവരുടെ വഴിക്ക് പോകണം, എന്നാലേ അവർ നമ്മുടെ വഴിക്ക് വരൂ. അപ്പോൾ ഇവിടെ എല്ലാം ഓക്കെയാണ്. എന്താ അവളുടെ കാര്യം? അത് വഴങ്ങി വരുന്നേ ഉള്ളൂ. ഞാൻ എത്തിക്കാം.
ഓക്കെ അല്ലേ? അപ്പോൾ 226. ഓക്കെ, കാണാം. ബൈ. ഈ ദർശൻ ഇത് എവിടെ പോയി കിടക്കാണ്? ഛേ, കുറെ നേരമായി പോയിട്ട്. എനിക്കാണെങ്കിൽ ടെൻഷനായിട്ട് വയ്യ. ഞാനൊരു വട്ടം കാര്യം സെറ്റാക്കിയിട്ടുണ്ട്. തിങ്കളാഴ്ച ഒന്ന് ആയിക്കിട്ടട്ടെ. അവനത് വരട്ടെ. കഴിഞ്ഞ ആഴ്ച നമ്മൾ ചെയ്ത സാഹസത്തിനെ ശൈലേഷ് അണ്ണൻ നമ്മളെ നല്ല മതിപ്പാ കൊടുകൈ തെറ്റ്. എന്താണ് അത്ര നേരം കടയിലൊക്കെ പോയ സാധനം ഒക്കെ ഉണ്ടായി. ഒന്ന് പുറത്തിറങ്ങാന്ന് വെച്ചാൽ വീട്ടുകാർ സമ്മതിക്കില്ല. നമ്മളെപ്പോഴും കുട്ടികളാണെന്ന് വിചാരിച്ചു വെച്ചിരിക്കണം അല്ലേ? സത്യം. ഇതുകൊണ്ട് സമാധാനിക്ക്. തിങ്കളാഴ്ച ആവട്ടെ. ഹലോ, എന്താ എത്ര നേരത്തെ വിളിച്ചിരിക്കുന്ന? ഞാൻ വിളിക്കുമായിരുന്നല്ലോ. കുട്ടികൾ രണ്ടും ഉറങ്ങുന്നേ ഉള്ളൂ. ഞാൻ വിളിച്ചിട്ട് വന്നാൽ മതി, പിന്നെ വന്നാൽ മതി. എന്ത് കേൾക്കുന്നില്ലേ? ആ, കേൾക്കണ്ട. എന്താ ഏട്ടാ? ഒന്നുമില്ല. ശമ്പളം ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല, കടയിൽ വരാൻ നിൽക്കണ്ട. അച്ഛത് പരീക്ഷ ഫീസ് അടക്കാനുള്ള പൈസയാ. നീ പഠിച്ചിട്ട് കലക്ടറാൻ പോന്നു, ഒന്ന് പാടാറുണ്ട്. അമ്മയ്ക്ക് മരുന്നൊക്കെ വാങ്ങണം. 2 ദിവസം മരുന്നൊന്നും കഴിച്ചില്ലേ ചത്തൊന്നും പോല. ഞാനിവിടുന്ന് പോകുകയാണ്. ഇങ്ങനെ കാണിക്കണ് തന്നെയാണ് വന്നത്. വീട്ടിനുള്ളിൽ വന്നു കഴിഞ്ഞാൽ ഒരു തൊയിരം പറഞ്ഞു തരില്ലോ. ഞാനിപ്പോ വന്നതാണ്. കണ്ടില്ലല്ലോ ഈ ചൊടുക്കും ചോരത്തളപ്പും. നാട്ടുകാർ കേൾക്കുന്നതിലാണ്, ചെക്കൻ കേക്കണ്ട. കേക്കട്ടെ ഏത് സമയത്താണ് എടുത്ത് തലി വെക്കാൻ തോന്നിയത്? ഓ, തലി വെച്ചതാണ് ഇപ്പൊ കുഴപ്പം. മതിയായിരുന്നു പ്രാന്താക്കാനായിട്ട്. ഓ, ഞാൻ ഞാനാണ് കെട്ടണ്. ലോൺ എടുത്ത് കെട്ടെടുത്ത് ഞാനാണ്. വലിയ ആണാണ് പറഞ്ഞ് നടക്കണു. അതിനല്ലേ പറ്റുള്ളൂ. അത്രയ്ക്ക് രോഷമുള്ളവനാണ് കെട്ടുന്ന ആളെ കാശ്. എനിക്കിവിടെ ഇരുന്ന് മതിയായില്ലേ? ചക്കനും കൊണ്ട് പോവാണ് ഞാൻ. എല്ലാത്തിനും കാരണക്കാരൻ ഈ ചക്കൻ ഒരുത്തനാ.
അമ്മ അമ്മ എന്താണ് ഞാൻ കളിക്കാൻ പോവാ. നേരെ വെളുക്കുമ്പോഴേക്കും തണ്ട നടന്നോ? എന്താ ദേവു? എന്റെ താലിച്ചയും കണ്ട? താലിച്ചയോ? എന്താ താലിച്ചയും കണ്ടിട്ടില്ലേ? ആകെയുള്ള ഉരുപ്പടി അത് തന്നെയാണ്. അതും ഇപ്പൊ കാണാണ്ടായി. ഞാനിത് മോഷ്ടിച്ചതാണോ പറയുന്നത്? ഈ കടുങ്കൈ നിങ്ങളല്ലാണ്ട് വേറെ ആരും ചെയ്യില്ല. ദേവു, ഞാൻ പണിക്ക് പോകാൻ നിൽക്കുക. അതിൻ്റെ ഇടയിലാണ് നിൻ്റെ ഈ ചൊറിഞ്ഞ വർത്തമാനം. എൻ്റെ മകനൊരുത്തരുണ്ടല്ലോ, തണ്ടാൻ പോയിട്ടുണ്ടാവും. അവനോട് പോയി ചോദിക്കി. കാര്യങ്ങൾ പറയുമ്പോ നിങ്ങൾ എങ്ങനെയാ? ദേവു, നിങ്ങൾ ഒരാണാണ്. രാവിലെ നിന്റെ പ്രാന്താക്കാൻ അമ്മയും മകനെ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. വേണ്ട വേണ്ട പറഞ്ഞ് നടക്കുമ്പോഴല്ലേ. അച്ഛാ, എനിക്ക് ബെസ്റ്റ് നടനുള്ള സമ്മാനം കിട്ടി. അമ്മ അടുക്കളയിലുണ്ട്. അച്ഛാ, ഇതൊന്ന്. ഇതിനൊന്നും അച്ഛന് സമയമില്ല. അമ്മയെ കാണിക്കൂ. അതിനുള്ളൊന്നുമില്ല ബെൻ ജോൺസൺ. കാണുമ്പോ തന്നെ അറിയാം. മാത്രമല്ല മെറിലിനെ എങ്ങനെ ഇഷ്ടപ്പെടുന്ന കേസൊന്നുമില്ല. അത് ബുദ്ധി ഇല്ലാത്തവൻ. യേശു, അമ്മ, എനിക്ക് ബെസ്റ്റ് നടനുള്ള സമ്മാനം കിട്ടി. ആ അവിടെ കൊണ്ട് വെക്കി. അച്ഛനും നോക്കിയില്ല. ഞാൻ പിന്നെ നോക്കാട്ടോ. അവരുടെ കല്യാണം നേരത്തെ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്ന കാര്യം ഉറപ്പിച്ചില്ല. കല്യാണത്തിന്റെ കാര്യം സന്തോഷേട്ടൻ വരാ പറഞ്ഞു. ഇനിയിപ്പോ ഇവിടുന്ന് ആൾക്കാരാണ് സീനുണ്ടാ. സീനായ പിന്നെ എന്നെ പറഞ്ഞ കേട്ടോ. ഇപ്പഴേ ആടോ, നമുക്ക് സ്ഥലം മാറ്റാ, അല്ലെങ്കിൽ സീനാവും. അവൻ പറയുന്നത് ശരിയാ, നമുക്ക് സ്ഥലം മാറ്റണം. കാക്രാന്തം കാട്ടണ്ടടാ. എന്താ ഇവിടെ നിൽക്കുന്നത് സേഫ് അല്ല. അണ്ണം പറഞ്ഞോണ്ട് മാത്രം ഞാൻ വന്നു. പിന്നെ തിങ്കളാഴ്ച ഒരു കോൾ എത്തിട്ടുണ്ട്. റെഡി ആയിരുന്നോ? ശരി. വേഗം വരികയാണോ? സാധനം കളയണ്ട. നിലവിളിക്കാണ്ട് നടക്ക്. മച്ചാനെ തിരക്കാണ്. തിരക്കെന്ന് പറഞ്ഞൊരു 1.5 തിരക്ക് ഇല്ല ബ്രോ, ഇന്ന് നടക്കില്ല. മച്ചാനെ ഞാൻ എൻ്റെ വുഡ് ബൈറ്റ് ഒന്ന് കറങ്ങാൻ വന്നാ. നൊന്തു കിട്ടോ? അല്ല മച്ചാനെ, ഞാൻ ഇവിടെ പറഞ്ഞ എടാ സെറ്റാക്കാം. ഷുവർ. ഓക്കെ, അപ്പം പിന്നെ കാണാം. ഓക്കെ, ബൈ. പോവാ പിന്നെ. വേണ്ട, ഞാൻ നടന്നു വെക്കോളാം. നാട്ടുകാരുണ്ട് അപകടം. എന്തോന്ന് അപകടം? ഷോ, കെട്ടാൻ പോകുന്ന പെണ്ണ് വീട്ടിലോട്ടൊന്ന് എത്തിക്കുന്ന വെച്ചാ
ഈ കാമുമാരുടെ ഓരോ വേണ്ട വേണ്ട വാക്കുകൾ കിട്ടുന്നില്ലേ ബുദ്ധിമുട്ടണ്ട. എന്ത് വാക്ക് കിട്ടില്ലാന്ന് ചകര, എനിക്ക് കാത്തിരിക്കാൻ വയ്യ. ഭയങ്കര വേറെ ആളെ നോക്കണം. വേറെ ആളെ നോക്കട്ടെ? കൊല്ലും ഞാൻ. ഓ, ഒരു തമാശ പറയാനും പറ്റില്ലേ? റൂട്ട് ക്ലിയർ ആയിക്കൊണ്ടിരിക്കുന്നു. ഒരാഴ്ച കൊണ്ട് ഞാൻ അവളെയും കൊണ്ട് എത്തിയിരിക്കും. പിന്നെ എനിക്ക് കിട്ടാവുന്ന കമ്മീഷൻ എന്താ വെച്ചാൽ എനിക്ക് അപ്പം തന്നെ കിട്ടിയിരിക്കണം. ഇതൊരല്പം റിസ്ക്കുള്ള കേസാണ്. ഓക്കെ സാർ, ശരി, ഓക്കെ. എന്താ വാസോടാ കച്ചവടമൊക്കെ എങ്ങനെ പോണു? കച്ചവടമൊക്കെ അങ്ങനെ പോകണ്ട ഉണ്ണി. 2-3 ദിവസമായിട്ട് നീ ഇവിടെ തന്നെ കാണുന്നു, എവിടെയും പോകണില്ല. ഇപ്പോൾ 2 ദിവസമായിട്ട് പണിയില്ല. പണി കമ്മിയാണല്ലേ? പോണു. ഏട്ടാ, ഈ ലോട്ടറി വിൽക്കുന്ന ദിവാകരേട്ടൻ്റെ വീട് എവിടെ? ദിവാകരേട്ടൻ്റെ വീട് നേരെ പോയി ഇടത്തോട്ട് 24ാമത്തെ വീട്. എന്താ വല്ല കോളടിച്ചാ? ഞങ്ങൾ സ്കൂളിൽ നിന്നാ മോനെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. അതെ, ചെക്കൻ വല്ല പണിയൊപ്പിച്ചാ? അവൻ എടുക്കണല്ലേ? ശരി, എന്നാ പോയിട്ട് വരെ. വാസു, വീട് എത്തിയപ്പെട്ടു. എന്താ ദിവാകര, ഇന്ന് ലോട്ടറി ഒന്നും എടുത്തില്ല? ഇല്ലാന്ന് 1-2 ദിവസമായിട്ട് ഒക്കെ മുടക്കമാണ്. ദിവാകര, മോനെ അന്വേഷിച്ചു സ്കൂളിൽ നിന്ന് മേഴ്സ് വന്നിട്ടുണ്ടായിരുന്നല്ലോ. മാഷ? ഇന്നലെ രാത്രി ഞാൻ മാഷിനെ കണ്ടതാണല്ലോ. ഇതാ ഇപ്പൊ വന്ന് പോയേ ഉള്ളൂ. ദിവാകര, ചെക്കൻ്റെ പോക്ക് അത്ര പന്തിയല്ല, ഞാൻ പറഞ്ഞില്ല, വേണ്ട. വരും. ഒന്ന് വന്ന് കിട്ടിയാൽ മതി. നമ്മളെ കൊടുക്കണം അയാളെ കൊടുക്കണം. പൈസ കൊടുത്താൽ ഇറക്കി തരാൻ പറ്റില്ലെങ്കിൽ അത് പറഞ്ഞാ പോരെ. തലക്കായ ഭ്രാന്ത് പിടിക്കുന്നുണ്ട് എനിക്കിപ്പോ കിട്ടുന്ന സാധനം. 2 ദിവസം എന്നെ കൊണ്ട് പറ്റില്ലാട്ട സഹിക്കാൻ. സന്തോഷേട്ടാ, എവിടെയൊക്കെ അന്വേഷിങ്ങളെ? അണ്ണനെ പറ്റി പറഞ്ഞപ്പോ നാവിടത്തേ ഉള്ളൂ. അപ്പോഴെന്താ അണ്ണനോട് എത്തി ഇല്ലടാ? അല്ല കോളത്തോ? ഞങ്ങള് അല്ല, ഞാൻ അണ്ണനെ കാണാതിരിക്കായിരുന്നു. അതുകൊള്ളല്ലോ. എന്താ കാര്യം? അത് അണ്ണൻ വാ, ഞാൻ പറയാം. എന്താടാ, നിങ്ങൾക്കൊന്നും പറയാനില്ലേ? എന്താ കടി കാര്യം? താലിമാലയാ? അണ്ണാ, ഇത് എൻ്റെ അമ്മയുടെ താലിമാലയാ. ഇത് വെച്ചിട്ടാണെങ്കിലും ഞങ്ങൾക്ക് 1 മാസത്തേക്കുള്ള സാധനം വേണം. ഇതില്ലാണ്ടാകുമ്പോഴാ ഓരോ കുഴപ്പങ്ങൾ ചെഞ്ചാടുന്നത്. നീ കൊള്ളാലോടാ മോനെ. ശരിയാക്കാം, എല്ലാം സെറ്റാക്കാം കേട്ടോ. ഹലോ മച്ചാൻസ്, നാളെ തിങ്കളാഴ്ച ഒരു പരിപാടി ഉണ്ട്. അത് സക്സസ് ആയി കഴിഞ്ഞാൽ 10 ദിവസത്തേക്കുള്ള സ്വയംഭം സാധനം ഞാൻ തരും. ഒപ്പം ഈ ഉരുപ്പിടിക്കുള്ളൂ. ഓക്കെ അല്ലേ? ഓക്കെ ഓക്കെ അല്ലേ? ഡബിൾ ഓക്കെ. സാറ് പറഞ്ഞതുപോലെ ലഹരിക്കെതിരെ ഒറ്റക്കെട്ടായി ഒരു തീരുമാനം എടുക്കേണ്ടിയിരിക്കുന്നു. എപ്പോഴാണ് നാടകം അവതരിപ്പിക്കുന്നത്? ഉടനെ തന്നെ, ഇനി വൈകില്ല. ഹലോ, മെമ്പറാണ്. ആ, എന്താ വാസു? അതെയോ? ആ, ഞങ്ങൾ ഇപ്പോഴെത്താം. പിള്ളേർക്ക് കഞ്ചാവ് ലഹരി വസ്തുക്കളും കൊടുക്കുന്ന വിദ്വാനെ കയ്യോടെ പൊക്കിയെന്ന്. അതെയോ? പിള്ളേരും കൂടെ ഉണ്ട് അത്രേ. സോമ, നീ മെമ്പറോടെ പോകും. ശരി, എന്നാ വാ.
ഏട്ടാ ചായ റെഡി ആയിട്ടുണ്ട്. ഞങ്ങളെ ചായ കുടിക്കാൻ ഒട്ടും നേരമില്ല. ആ കഞ്ചാവ് എത്തിക്കുന്ന വിദ്വാനില്ലേ, അയാളെ പിടിച്ചു കുത്തരേ. അതാ മെമ്പർ ചായ കൂടി വേണ്ടാന്ന് പറഞ്ഞ് പോയത്. എന്തായാലും നിങ്ങളുടെ തണൽ മരങ്ങൾക്ക് ഒരു ക്ലൈമാക്സ് ആയല്ലോ. സജി, എന്നാലും നീ ഇത് ചെയ്തല്ലോടാ. അച്ഛാ മെമ്പറെ, ഇവനാണ് നമ്മുടെ പിള്ളേരെ വഴിതെറ്റിക്കുന്നവൻ. വഴി തെറ്റാതെ കൊണ്ടുപോകാൻ ആള് വരുന്നുണ്ട്. ഒട്ടങ്ങിയിരിക്കടാ. പോലീസിനെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. സാറിൻ്റെ ഓരോ നാടകങ്ങളും വ്യത്യസ്തമായ വിഷയങ്ങളാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഇതിപ്പോൾ ലഹരിയാണ് വിഷയം. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിന് അത്യാവശ്യമായ ബോധവൽക്കരണം. സാർ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നിങ്ങളൊരാണാണ്. ചെക്കനെ അന്വേഷിച്ച് മേട്ടുവന്നതായിരുന്നു ദിവാരാജ്. ചെക്കൻ്റെ പോക്കത്ര പന്തിയല്ല. അതെ, ആയുസുള്ള തലമുറയേക്കാൾ നമുക്ക് വേണ്ടത് ആരോഗ്യമുള്ള തലമുറയാണ്. നമ്മുടെ നാടിനാവശ്യം ആരോഗ്യമുള്ള തലമുറയാണ്. ഈ സംഭവമാണ് ഈ നാടകത്തിന് ഇതിവൃത്തമായത്. അനുവിന് എന്തെങ്കിലും ചോദിക്കണ്ടോ? സർ, ഈ തണൽ മരങ്ങൾ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്? ചോദ്യത്തിൽ തന്നെ ഉത്തരവുണ്ട്. കുട്ടികൾ നാടിന് തണലേക്കേണ്ടവരാണ്. അവരെ ചേർത്ത് പിടിക്കേണ്ടത് നമ്മുടെ കടമയും